ഹൈലൈറ്റ് എന്നാന്ന് വെച്ചാൽ ഗൈസ് വെറും ഒരു ദിവസം കൊണ്ട് പണിതേക്കുന്ന ബോഡി വർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്ന് ഇപ്പം നിങ്ങളൊരു സംഭവം കാണിക്കാം എല്ലാവർക്കും. അതായത് നമുക്കൊരു പുതിയ അറിവാണ് കേട്ടോ. എല്ലാ ഓട്ടോക്കാർക്കും നിങ്ങൾ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും പുതിയ വണ്ടി എടുത്തു വെച്ചിട്ട് ബോഡി വർക്ക് ചെയ്യണം, എവിടെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്കും എല്ലാം ഉപകാരപ്പെടുന്ന ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. നമ്മുടെ സ്റ്റാൻഡിൻ്റെ അപ്പുറത്ത് ഒരിടത്ത് ഒരു വണ്ടി ബോഡി വർക്ക് കഴിഞ്ഞ് വന്ന് കിടക്കുക. അപ്പോൾ ബോഡി വർക്ക് വന്ന് കിടക്കുന്ന കണ്ടിട്ട് നമ്മുടെ സ്റ്റാൻഡിലെ പല ആളുകളും തിരക്കി കൊള്ളാം ആ വണ്ടി. കാരണം അങ്ങോട്ട് പോയപ്പോൾ ഒരു വണ്ടി കിടക്കുന്നത് കണ്ടോ, നല്ല ഷേപ്പാണ്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഗൈസ് അതിനകത്ത് വൻ ടിസ്റ്റുണ്ട്. അപ്പോൾ ആ വണ്ടി ഏതായാലും ഞാൻ ഇരുട്ടി വീഡിയോ എടുക്കണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല, പക്ഷേ എന്നാൽ ഞാൻ കാണിച്ചൊക്കെ ഉപകാരപ്പെടും. അതുപോലെ ഒരു സാധനമാണ്. എൻ്റെ ഹൈലൈറ്റ് പണിയൊക്കെ വിട്ടേക്ക്, എൻ്റെ ഹൈലൈറ്റ് മറ്റൊന്നാണ്. അപ്പോൾ അതിൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ഓക്കെ, നമ്മളപ്പോൾ പറഞ്ഞ വണ്ടിയാണ് എൻ്റെ ഈ കിടക്കുന്നത് കേട്ടോ. ഏതായാലും ഞാൻ കാണിക്കാം. എൻ്റെ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു, ആ പുള്ളിക്കാരൻ അങ്ങോട്ടങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടി നിങ്ങൾ കണ്ടോ, ഈ വണ്ടിയാണ് നമ്മൾ രാവിലെ തൊട്ട് നമ്മൾ എല്ലാ ഓട്ടോക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴെല്ലാം നോക്കി പോകുന്നിട്ട് സ്റ്റാൻഡിൽ ഭയങ്കര ചർച്ചയാണ്. അപ്പോൾ ഇതിൻ്റെ ചേട്ടൻ ഇവിടെ കണ്ടുണ്ടോ, അത് ഞാൻ ചോദിക്കട്ടെ. ചേട്ടാ ഈ വണ്ടിയുടെ മറ്റേ ചേട്ടൻ പോയോ? ഇതിൻ്റെ വർക്ക് നിങ്ങളൊന്ന് കണ്ടോണേ. ഫ്രണ്ട് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്, അതായത് ഫ്രെയിം ഇവിടെ നിവർത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ കറക്റ്റ് അറിയാൻ പറ്റും, ഫ്രെയിം നിവർത്തിയിട്ടുണ്ട്. നല്ല ലുക്ക് എന്ന് വെച്ചാൽ നടാർ ഷേപ്പ്. പുതിയ നമ്മുടെ ഡിജിറ്റൽ മീറ്റർ വരുന്ന വണ്ടിയാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള ഹൈറ്റ് ഇത്ര ഒരു 4 ഇഞ്ച് മേളിൽ ഹൈറ്റ്, ഒരു 5 ഇഞ്ച് അടുത്ത് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ വീഡിയോ ഇപ്പം നമ്മൾ എടുക്കാൻ കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് ആദ്യം നിങ്ങൾ നോക്കുക. അപ്പോൾ സൈഡിൽ നിന്നുള്ള ഷേപ്പ് ഫുൾ MS-ൻ്റെ വർക്കാണ് കേട്ടോ, അല്ലാതെ സ്റ്റീലിൻ്റെ വർക്കും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ സൈഡ് ഡോറ് കൊടുത്തിട്ടുണ്ട്, ഡോറ് ലോക്കും സെറ്റപ്പും ഉണ്ട്. അപ്പം ബോഡി വർക്കിന് കഴിഞ്ഞിട്ട് നേരെ കൊണ്ടുവന്നു. അതിനകത്ത് നമ്മുടെ കാറിൻ്റെ പോലെ ലോക്കുണ്ട്, ഇത് കണ്ടോ, കാറിൻ്റെ ലോക്കുണ്ട്. ഇത്ര ഹൈറ്റും കൂട്ടി, ഇത് കണ്ടോ. ഇവിടെ വാട്ടർ ചാനലുണ്ട് കേട്ടോ, വാട്ടർ ചാനലും കൊടുത്ത് കുത്തുകാലും കാര്യങ്ങളൊക്കെ MS തന്നെ ഡിസൈൻ ചെയ്ത് സാധനം എടുത്ത്. ഇവിടെ ആണെങ്കിലും നമുക്ക് കൈ പിടിക്കാനുള്ള സംഭവം സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് നോക്കിക്കേ, ഓവറോൾ ലുക്ക് കണ്ടോ. ഗൈസ് അപ്പോൾ ഇതിനകത്ത് ഹൈലൈറ്റ് എന്നാന്ന് വെച്ചാൽ ഗൈസ് വെറും ഒരു ദിവസം കൊണ്ട് പണിതേക്കുന്ന ബോഡി വർക്കാണ് കേട്ടോ ഇത്. ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഒറ്റ ദിവസം മാത്രം എടുത്ത് ബോഡി വർക്ക് ചെയ്തേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പേ ഇതിലെ പാസ് ചെയ്ത് പോയപ്പോഴത്തേന് ആ ചേട്ടനോട് ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനോട് ഞാൻ സംസാരിച്ചതാണ്. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഓട്ടത്തിലായ കാരണം എനിക്ക് വണ്ടി നിർത്തി പുള്ളിയോട് ഡീറ്റെയിൽസ് ആയിട്ട് എനിക്ക് ചോദിക്കാൻ പറ്റിയില്ല. എന്നാൽ ഇപ്പോൾ എന്നാൽ ചോദിച്ചേക്കാന്ന് പറഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരൻ പോവുകയും ചെയ്തു കേട്ടോ. ഇവിടെ ഹൈറ്റ്, ഇവിടുത്തെ ഡോറും ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഡോറെ കൂട്ടി ഫുള്ള് കവർ ചെയ്തേക്കുക കണ്ടോ. സൈഡ് ഫുള്ള് തൈഡ്, മൊത്തം തൈഡാണ്, അല്ലാതെ ബാക്കി പരിപാടിയല്ല. ഫുള്ള് ബോഡി ഫുള്ള് കവർ ചെയ്തിട്ട് ഫുള്ളും തൈഡ് ചെയ്തേക്കുക. അപ്പം ഗ്ലാസ് ആണ് കൊടുക്കുന്നത്. ഇവിടെ ഗ്ലാസ്, 2 സൈഡിലും ഗ്ലാസ് കൊടുക്കാനുള്ള ഇട്ടിട്ടുണ്ട്. വാട്ടർ ചാനലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കണ്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തൈഡ് കാര്യങ്ങൾ. ഡിക്കി ഡോറും ഡോറ് ഷോക്ക് അബ്സർ കൊടുക്കുന്നുണ്ട് കേട്ടോ. കീ ഇട്ടുള്ളതാണ്, കീ ഇട്ട് വേണം നമുക്ക് തുറക്കാൻ വേണ്ടി. ഷോക്കും കാര്യങ്ങളും എല്ലാം ഈ സൈഡിലാണ് അതിൻ്റെ ഷോക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് എന്നുള്ള ലുക്ക് ഇതാണ് വണ്ടിയുടെ ഷേപ്പ് കേട്ടോ. ബമ്പറാണെങ്കിലും താഴെ വെച്ച് വീതി കൂടിയൊരു പൈപ്പൊക്കെ വെച്ചിട്ട് നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ ബമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ ബാക്കിൻ്റെ നല്ലൊരു ഷേപ്പാണ്. ഒറ്റ ദിവസം എടുത്ത് ബോഡി വർക്ക് ചെയ്തേക്കുന്ന ഒരു വണ്ടി. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ വേറൊരു അപ്പോൾസറി ചെയ്യുന്നത് നമ്മുടെ ജോബിൻ എന്നോട് ഈ വണ്ടിയുടെ കേസായിട്ട് എന്നെ പറഞ്ഞിട്ട് എന്നെ ഫോട്ടോ കാണിച്ചായിരുന്നു. അപ്പോൾ ഈ വണ്ടിയാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മളത് കണ്ട സ്ഥിതിക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ എൻ്റെ ഫ്രണ്ടിലത്തെ ഹൈറ്റ് കണ്ടോ. അപ്പോൾ എൻ്റെ സ്ഥലവും കാര്യങ്ങളും എല്ലാം ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഞാൻ ചോദിച്ച്, ഞാൻ വേറെ നമ്മുടെ ജോബിനെ തന്നെ വിളിച്ച് ചോദിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് കേസ്. ഒരു ദിവസം കൊണ്ട് ഒരു വണ്ടി ഫുള്ള് ഈ ഒരു കണ്ടീഷനിൽ ബോഡി വർക്ക് ചെയ്ത് തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര സംഭവമല്ല. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര
മാസങ്ങളാണ് ഒരു വണ്ടി പണിയെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടിടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേന് വെറും 22,000 രൂപയ്ക്ക് ബോഡി വർക്ക് ചെയ്തേക്കുന്ന വണ്ടിയാണ് ഈ കാണുന്നത്. വെറും 22,000 രൂപ മാത്രം. അപ്പോൾ ഇപ്പോൾ നമ്മൾ സന്ധ്യാസമയത്താണ് ഈ വീഡിയോ ചെയ്യുന്നത്, കാരണം നമുക്ക് ക്ലാരിറ്റിയും കാര്യങ്ങളെല്ലാം കുറവാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ഇത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അത് അപ്പോൾസറിക്ക് കൊണ്ടുവന്നേക്കുവാണ്. ബാക്കി സംഭവങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ബോഡിയുടെ ആ ഒരു ലുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇരിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പം വന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പം കഴിച്ചപ്പോൾ നിങ്ങൾ ആ വണ്ടി കണ്ടല്ലോ അല്ലേ. അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി ലേറ്റായിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഇരുട്ടി കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മൾ പോയത്. അപ്പോൾ അത് ഒത്തിരി പ്രയോജനം ചെയ്യും കേട്ടോ. അതായത് ഒരു ദിവസം കൊണ്ട് 22,000 രൂപയ്ക്ക് പണിതേക്കുന്ന വണ്ടിയാണ്. അത്യാവശ്യം ഫുള്ള് തകിട ചെയ്തേക്കുന്നു. ഡോറാണേലും ലോക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ബാക്ക് ഡിക്കി ഡോറാണ്. ഫ്രെയിം നിവർത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. നല്ല ഷേപ്പാണ് വണ്ടി കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് വണ്ടിയൊക്കെ എടുക്കുക. അപ്പോൾ എറണാകുളത്ത് എവിടെയോ ആണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ കറക്റ്റ് സ്പോട്ട് ഏതാണെന്നുള്ളത് നമുക്ക് അറിയത്തൊന്നുമില്ല. അപ്പോൾ എറണാകുളത്ത് എവിടെയോ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ അതിലും കറക്റ്റ് അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ. അപ്പം വണ്ടി എടുത്ത് ഒരു മാസമൊക്കെ, അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്നതെന്ന് വെച്ചാൽ പുത്തൻ വണ്ടി ഷോറൂമിൽ ഇറക്കുന്നതിനല്ല, ഇറക്കി കഴിഞ്ഞ് വണ്ടി പണി കഴിഞ്ഞ് കിട്ടുന്നതിലാണ്. ഒരു മാസവും 10 ദിവസവും എടുത്താണ് നമ്മുടെ വണ്ടി പണിത്. എന്തായാലും ഒരു വണ്ടി പണിയാൻ വേണ്ടി നമുക്കൊരു 1.5 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ കുറഞ്ഞതാകാറുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വെറും ഒരു ദിവസം കൊണ്ട് ഈ ഒരു കണ്ടീഷനിൽ വണ്ടി പണിത് തരിക എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമാണ്. അപ്പോൾ 22,000 രൂപയുള്ളൂ. നമ്മളവിടെ ചെന്നതിന് ശേഷം പറഞ്ഞത് ശേഷമാണ് അവർ ആ സാധനം എല്ലാം ബെൻഡ് ചെയ്ത് തരുന്നതെന്നാണ് ഇപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ. ബാക്കി ഡീറ്റെയിൽസ് ആയാലും എൻ്റെ ഒരു പാർട്ട് 2 ഒന്ന് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ക്ലിയർ ആയിട്ട് വണ്ടിയുടെ കാണിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ കോൺടാക്ട് നമ്പറും എല്ലാം കിട്ടുവാണെങ്കിൽ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ഏതായാലും അതൊരു ഭയങ്കര സംഭവമാണ് കേട്ടോ. അപ്പം വണ്ടി എടുക്കാൻ നിൽക്കുന്നവരും എടുത്തു കഴിഞ്ഞവരും ഇതൊന്ന് അന്വേഷിച്ചേക്ക്. അല്ല എന്നെ തന്നെ പിന്നീടൊന്ന് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാൻ നോക്ക്. നമുക്ക് ബാക്കി വിവരം കൂടെ തരാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ.